എടാ ഇതാണോ പുള്ളി പറഞ്ഞ സ്ഥലം? മാപ്പ് തന്നെ കാണിക്കുന്നത്. അവിടെ ജസ്റ്റ് ഒന്ന് കൺഫേം ആക്കാനേ നീ പുള്ളിനെ വിളിച്ചേ നീ. ഹലോ ആ ചേട്ടാ, ഞാൻ റോഷനോട് എത്തി കേട്ടോ. ഞാൻ അവൻ്റെ കൊടുക്കാം. ചേട്ടാ ഞങ്ങളെ മറ്റേ പൈസയുടെ കാര്യത്തിൻ്റെ ഇവിടെ വന്നതാണേ. അപ്പം പൈസ തരുമായിരുന്നെങ്കിൽ ഞങ്ങൾക്കങ്ങ് പോയേക്കായിരുന്നു. അതന്നെ ചേട്ടാ ഇപ്പം അങ്ങനൊക്കെ പറയുന്നേ. ചേട്ടൻ പറഞ്ഞാൽ ഒറ്റ പേരത്തില്ല ഞങ്ങൾ അവിടെ നിന്നിട്ട് അവിടെ നിന്ന് ഇവിടം വരെ വന്നത്. ചേട്ടാ അവസാനം അപ്പം കൈവിടില്ല ചേട്ടാ. ഇവനെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. കുഴപ്പമില്ല ചേട്ടാ, കുഴപ്പമില്ല. ഞാൻ വേറെ സെറ്റാക്കിക്കോളാം. കുഴപ്പമില്ല. താങ്ക് യു ചേട്ടാ. ഓക്കെ ശരി. ഇല്ല ചേട്ടാ. പുള്ളിക്കാൻ അവസാനമായപ്പം കഴിഞ്ഞടാ. ഇനി നമ്മൾ തന്നെ ചെയ്യും. ഇനി എന്ത് ചെയ്യാനാ? ഇനി എല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ. ആരാടാ? അവൾ അനിയത്തിയെ. ഹലോ എന്നാടി? എടാ നീ എവിടെ പോയി കിടക്കുക? നിന്നെ ഞാൻ കുറേ നേരമല്ല വിളിക്കുന്നു. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഒരു പുറത്ത് ഒരാവശ്യത്തിനോട് വന്നേക്കുവാന്ന്. എപ്പോഴും വിളിക്കുന്ന എന്നാത്തിനാ? എടാ അമ്മയ്ക്ക് സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നേക്കുക. നീ എവിടെ ആണെങ്കിലും ഒന്ന് പെട്ടെന്ന് വന്നേ. നമ്മളിവിടെ ചെത്തിപ്പുഴ ആശുപത്രിയിലുണ്ട്. എന്നാ പറ്റി? എടാ അമ്മ ഒന്ന് തലയിടിച്ച് വീണു. അപ്പോൾ ഇവിടെ ഭയങ്കര സീരിയസ് ആയിട്ട് കിടക്കുക. നീ ഒന്ന് വേഗം ഇങ്ങോട്ട് വന്നേ. ഞാൻ കണ്ട വരുന്നു. എടാ എന്നെ പറ്റി? അമ്മയ്ക്ക് സീരിയസ് ആണ്. ആശുപത്രിയിലാണ്. എവിടെ? ചെത്തിപ്പുഴ. സമയം കളയണ്ട, എന്നാ നമുക്ക് പെട്ടെന്ന് പോകാം. അമ്മ അവിടെ ഐസില്ല. നീ വന്നേ. എടാ റോഷ. എടാ നിനക്കെന്നെ മനസ്സിലായില്ലേടാ റോഷ? എടാ ഞാനെങ്കിൽ പോവാ. നീ അങ്ങോട്ട് പെട്ടെന്ന് വന്നേക്കണേ. ഇല്ല എനിക്ക് മനസ്സിലായില്ല. എടാ നമ്മളന്ന് ഇത്ര ക്യാമ്പിനൊക്കെ ഉണ്ടായിരുന്നു. വിളിച്ചായിരുന്നു. ഇപ്പം വിളിയായിട്ട് ഞാൻ മനസ്സിലായി. നീ എന്താ ഇവിടെ ആശുപത്രിയില്? അമ്മ ഐസിയില്ല. കുറച്ച് ക്യാഷ് കാണും. ഇതിൻ്റെ ഓട്ടത്തിലാണ് എനിക്ക്. എടാ ഐസിയിലൊക്കെയാണ് അത്യാവശ്യം കാശ് ആവുമെടാ. അപ്പോൾ അത്യാവശ്യമാണ് ഞാൻ കുറച്ച് അറേഞ്ച് ചെയ്ത് തരാം. ക്യാഷ് മേടിക്കുന്നതിൻ്റെ അല്ല, അത് തന്നിട്ട് ഞാൻ എങ്ങനെ നിനക്ക് തിരിച്ചു തരും? കുറച്ച് ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ. എടാ നീ ഇപ്പം അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. കാര്യം നടക്കട്ടെ.